സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ നിഹാദ് എന്ന തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. തൊപ്പിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. എസ് രാഗനുണ്ട് വിവരങ്ങളുമായി. രാഗൻ, നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപും ഇതുപോലെ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ വീണ്ടും ഒരു സംഭവം കൂടി. എന്താണ് വിശദവിവരങ്ങൾ? മോദി നേരത്തെ ഈ തൊപ്പി എന്ന നിഹാദിനെതിരെ ആലുവ റൂറൽ സൈബർ പോലീസ് കേസ് എടുത്തിരുന്നു. IT നിയമപ്രകാരം അടക്കമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സുഹൃത്തുക്കളുടെയും മറ്റും അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ നടപടി. അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ ഘട്ടത്തിലാണ് ഈ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ഇതോടൊപ്പം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊപ്പിക്ക് നേരത്തെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ തൊപ്പി ഹാജരായിരുന്നില്ല. തൊപ്പി ഒളിവിൽ പോകുന്ന അവസ്ഥ ഉണ്ടായി. തൊപ്പിയെ പിടികൂടാനുള്ള നീക്കവും പോലീസ് നടത്തിയിരുന്നു. റൂറൽ സൈബർ പോലീസ് ഇതിനിടെ തൊപ്പി ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതിയിൽ നൽകി. ആ ആന്റിസിപ്പേറ്ററി ബെയിലിനെ എതിർത്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ തൊപ്പി എന്ന നിഹാദ് ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെയാണ് തൊപ്പിക്കും ഗ്യാങ്ങിനുമെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അന്ന് ഈ സൈബർ പോലീസ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. നേരത്തെ DGP അടക്കം പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് DGP അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. പോക്സോ, നർക്കോട്ടിക്, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രദർശനം, അതോടൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പിക്കും മറ്റുമെതിരെ അല്ലെങ്കിൽ തൊപ്പിക്കും ഒക്കെ എതിരെ ഉയർന്നു വന്നത്. ഇതോടൊപ്പം തൊപ്പിയും സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പ്രത്യാരോപണങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ആലുവ സൈബർ റൂറൽ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.